നമസ്കാരം. ഏറ്റുമാനൂരിൽ ഒരമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത വാർത്ത കേരളം ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. അടുത്ത ദിവസങ്ങളിൽ, അതായത് ഈ വാർത്ത വന്ന് അടുത്ത ദിവസങ്ങളിലൊക്കെ എന്താണ് ഈ ഷൈനി എന്ന പേരുള്ള വീട്ടമ്മ ആത്മഹത്യ ചെയ്യാനിടയായ കാരണം എന്നതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ വാർത്താ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇവർ അവരുടെ സ്വന്തം ഭർതൃഗൃഹത്തിൽ നേരിട്ട വലിയ രീതിയിലുള്ള ഗാർഹിക പീഡനം, അതിനുശേഷം അവിടെ നിന്ന് അവർ സ്വന്തം വീട്ടിലേക്ക് രണ്ട് പെൺമക്കളോടൊപ്പം മാറി താമസിക്കുന്നു. വീണ്ടും അവർക്കെതിരെയുള്ള പീഡനം തുടരുന്നു. അവരെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നു. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ, അതായത് ജീവനോപാധിയായി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അടയ്ക്കുന്നു. ഈ ഭർത്താവിൻ്റെ സഹോദരൻ അതേ സഭയിലെ തന്നെ ഒരു പാതിരിയാണ്. ഈ പാതിരിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സഭയുടെ ഒരു സ്ഥാപനങ്ങളിലും ഈ ഷൈനി ജോലി ചെയ്യരുത് എന്നൊരു നിർബന്ധം അയാൾക്കുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിന് ചെയ്തു. ഒടുവിൽ ജീവിക്കാൻ യാതൊരുവിധ നിവൃത്തിയുമില്ലാതെ ആകുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ അത്രമാത്രം തന്നെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നു എന്ന് കാണുമ്പോഴാണ് രണ്ട് പെൺമക്കളെയും കൊണ്ടുപോയി ഇത്തരത്തിൽ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നത്. ആ ഇളയ കുട്ടിയെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ പിന്നീട് വാർത്താ മാധ്യമങ്ങളിൽ ഈ CCTV ദൃശ്യങ്ങളായി വന്നതാണ്. എന്തായാലും കേരളത്തെ നടുക്കിയ ഒരു കഥ തന്നെയായിരുന്നു, ഒരു വലിയ ദുരന്തം തന്നെയായിരുന്നു ആ കുടുംബത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഭർത്താവായിട്ടുള്ള നോബിയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ഈ ഭർത്താവിൻ്റെ സഹോദരനായ ബോബി ചേരിയിലാണ്. ഈ ബോബി ചേരിയിൽ ഒരു പാതിരിയാണ്, അതേ സഭയിലെ ഒരു പാതിരിയാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബ പ്രശ്നങ്ങൾ തീർത്തും സംസാരിച്ച് തീർപ്പാക്കുന്നതിന് പകരം ഈ ഷൈനിയെ ദ്രോഹിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് ഈ പറയുന്ന പാതിരിയാണ് എന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ്. മാത്രമല്ല, മരിച്ചതിന് ശേഷവും വലിയ രീതിയിലുള്ള അപമാനം ഈ മൃതദേഹങ്ങൾക്ക് പോലും സഹിക്കേണ്ടി വന്നു. അവർ എവിടെയാണോ ഇനി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് മടങ്ങിയത്, അതേ സ്ഥലത്തേക്ക് തന്നെ മൃതദേഹങ്ങൾ എത്തിക്കുകയും സംസ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സംഭവത്തിൽ ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മിലിത്തിയോസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. യുഹാനോൻ മാർ മിലിത്തിയോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒറ്റ വരി ആണ് ഈ പ്രതികരണം. പക്ഷേ ആ ഒറ്റ വരിയിലാണ് എങ്കിലും അത് വലിയൊരു കുറ്റസമ്മതം തന്നെയാണ് ഈ വരിയിലൂടെ നടത്തിയിരിക്കുന്നത്. ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ പ്രധാന പ്രതി ക്രൈസ്തവ സഭ തന്നെയാണ്. അത് കഴിഞ്ഞ് കുടുംബങ്ങളുടെയും ഭർത്താവിൻ്റെയും വീഴ്ച വരുന്നുള്ളൂ എന്നാണ് തൃശ്ശൂർ ഭദ്രാസനാധിപൻ എഴുതിയിരിക്കുന്നത്. ഇത് തീർച്ചയായും വലിയൊരു കുംഭസാരമാണ്. സഭയുടെ തെറ്റ്, വലിയൊരു തെറ്റ്. അതായത് ഒരു വീട്ടമ്മ, പറക്കമുറ്റാത്ത രണ്ട് പെൺകുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ, വലിയ മോഹങ്ങളുമായി ജീവിച്ചവർ, വലിയ സ്വപ്നങ്ങളുമായി ജീവിച്ചവർ, അവരാണ് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടുകാർ ആട്ടിപ്പായിക്കുന്നു. അതിനുശേഷം ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അനുമതി പോലും കൊടുക്കുന്നില്ല. അങ്ങനെ അവരെ പീഡിപ്പിക്കുന്നതിന് സഭയിലെ തന്നെ ഒരു പാതിരിയും കൂട്ടുനിൽക്കുന്നു. അങ്ങനെ സഭ ഒറ്റപ്പെടുത്തിയ 3 മനുഷ്യജീവനുകൾ ഇതാ അവർ ആ സ്വന്തം ജീവൻ സ്വയേച്ഛയാൽ ഉപേക്ഷിച്ച് അവർ മടങ്ങിപ്പോയിരിക്കുന്നു. ഇതിൽ ആരാണ് ഉത്തരവാദി എന്നാണ് ഈ ഭദ്രാസനാധിപൻ എഴുതിയിരിക്കുന്നത്. സഭ തന്നെയാണ് ഒന്നാം പ്രതി. അതിനുശേഷമേ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ വരുന്നുള്ളൂ എന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. ഇത് തീർച്ചയായും ഈ ഒറ്റ വരി ഫേസ്ബുക്ക് പോസ്റ്റ് അതൊരു വലിയ കുംഭസാരമാണ് എന്ന് പറയാതെ നിവർത്തിയില്ല. കാരണം പലപ്പോഴും പലരാലും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നവർ, അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിക്കുന്നവർ, ഉറ്റവരും ഉടയവരുമില്ലാതെ തെരുവോരത്ത് വരുന്നവർ, ഇവരെയെല്ലാം ചേർത്ത് പിടിക്കുകയാണ് സഭ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന, അങ്ങനെയൊക്കെ പ്രസംഗിച്ച് നടക്കുന്നവർ തന്നെ ഇതാ ഒരു വീട്ടമ്മയെയും രണ്ട് പിഞ്ചു കുട്ടികളെയും അങ്ങേയറ്റം ദ്രോഹിച്ചിരിക്കുന്നു. അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. സത്യത്തിൽ ഇതൊരു കൊലപാതകം തന്നെയാണ്, കൂട്ടക്കൊല തന്നെയാണ് സഭ നടത്തിയിരിക്കുന്നത്. അതിൽ മനം തൊന്നുകൊണ്ടാണ് ഈ ഭദ്രാസനാധിപൻ ഒരു വലിയ കുംഭസാരം നടത്തിയിരിക്കുന്നത്. മാർപ്പാപ്പ പോലും വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് തൻ്റെ സഭയിലെ ഈ പറയുന്ന പുരോഹിതന്മാർ ചെയ്യുന്ന പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ. അതായത് അത്രമാത്രം തെറ്റുകുറ്റങ്ങൾ ഈ കത്തോലിക്ക സഭയിലെ വൈദികർ ചെയ്തു കൂട്ടുന്നുണ്ട്. പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് കത്തോലിക്ക സഭയിലെ പാതിരിമാർ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക്, അല്ലെങ്കിൽ ആ പാപങ്ങൾ പൊറുക്കണമേ എന്നാണ്
വേണ്ടിയാണത്രേ മാർപ്പാപ്പ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കാറുള്ളത്. അത്രമാത്രം പാപങ്ങൾ ചെയ്തു കൂട്ടുന്ന സഭ ഇനിയും ആ പാപങ്ങൾ നിർത്തുന്നില്ല എന്ന് തന്നെയാണ് ഈ ആരോപണങ്ങളും ഈ പറയുന്ന കുംഭസാരവും ഭദ്രാസനാധിപൻ്റെ കുംഭസാരവും തെളിയിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 28 പുലർച്ചെയാണ് 2 മക്കളെയും കൊണ്ട് ഷൈനി ആത്മഹത്യ ചെയ്യാനായി റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്നത്. അത് ആത്മഹത്യ തന്നെയാണ് എന്ന് ആദ്യം പോലീസ് തിരിച്ചറിഞ്ഞത് ആ ട്രെയിൻ ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റിൻ്റെ മൊഴിയിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ 3 പേരും മരിക്കാൻ ഉറച്ചു തന്നെ ട്രാക്കിൽ നിൽക്കുകയായിരുന്നു എന്നാണ്. അമ്മ ആ ട്രാക്കിൽ നിൽക്കുന്നു, അമ്മയെ കെട്ടിപ്പിടിച്ച് 2 മക്കളും നിൽക്കുന്നു. പലതവണ ഹോൺ മുഴക്കിയിട്ടും അവർ മാറാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ട്രെയിൻ ഇടിച്ച് മരിക്കുന്നു, ശരീരം ഛിന്ന ഭിന്നമാകുന്നു. ഈ തരത്തിൽ അതിദാരുണമായ ഒരു മരണമാണ് ഈ 3 പേർക്കും സംഭവിച്ചത്. അതിൻ്റെ ഉത്തരവാദി ആര് എന്നതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. പക്ഷേ ആ ഉത്തരവാദിത്വം ഇതാ സഭ ഏറ്റെടുക്കുകയാണ്. തിരുത്തുക നല്ലതാണ്. ഇതിനി വരും കാലങ്ങളിൽ ഒരിടവകയിലും സംഭവിക്കരുത് എന്ന ഒരു ദൃഢനിശ്ചയം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിജ്ഞ കൂടി കത്തോലിക്ക സഭയുടെ അധികൃതർ ഏറ്റെടുക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ്, ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.